വെരി ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഡോക്ടർ അബ്ദുസ്സലാം. നാട്ടിൽ മലപ്പുറം അരീക്കോട് സ്വദേശിയാണ്. ചിലപ്പം ഭാഷയിൽ നിങ്ങളുടെ തൃശ്ശൂർ ജില്ലയുടെ അത്ര മലയാളം നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല, ക്ഷമിക്കണം. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ മലപ്പുറത്തേക്ക് അങ്ങോട്ട് എത്തും, മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ സൗദി യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിൽ എമർജൻസി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ഒഴിവ് സമയങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളെ കുടുംബങ്ങളുടെ കൂടെയും കുട്ടികളുടെ കൂടെയൊക്കെ ചെലവഴിക്കാറുണ്ട്. ഇന്ന് ഒരു 2.5 മണിക്കൂർ സമയം നിങ്ങൾ ബേജാറാവണ്ട, ചെയ്യാതിരിക്കുകയുള്ളൂ. നമ്മളിവിടെ ചെലവഴിക്കാൻ പോവാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എന്ന് തന്നെ പറയണം, എന്നും ഓർമ്മിക്കാവുന്ന ഒരു 2.5 മണിക്കൂറായിരിക്കും ഉറപ്പായിട്ടും. നിങ്ങളെന്നും ജീവിതത്തിൽ നിങ്ങൾ വളർന്നു പോകുമ്പോൾ, ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്നും ഓർമ്മിക്കുന്ന ഒരു 2.5 മണിക്കൂറായി ഈ മണിക്കൂർ മാറും എന്നുള്ളത് അത് എൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. നിങ്ങളുടെ ഭാഗത്ത് വേണ്ടത്, നമുക്ക് സത്യത്തിൽ കുട്ടികൾ ഇവിടെ വേണ്ടിയില്ലായിരുന്നു ഇന്ന്. പക്ഷേ ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ ചിലപ്പോൾ വീട്ടിലിരുത്തി വരാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കണം കുട്ടികളോട് ഉള്ളത്. അപ്പോൾ കുട്ടികൾ കളിക്കാതെയോ അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കാതെയോ നിന്നാൽ നമുക്കൊന്നും കൂടി സ്മൂത്തായിട്ട് പോകാം. തുടങ്ങാം. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ഇടാം. ജസ്റ്റ് ഒരു ചോരോടാൻ വേണ്ടി ഒന്ന് നടന്ന് ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ ഇരിക്കുന്നതാണ്. അതാണ് ഇന്നത്തെ പ്ലാൻ. എല്ലാവരെയും പരിചയപ്പെടാൻ സമയമില്ലാത്തത് കൊണ്ട് വ്യക്തിപരമായി പിന്നീട് പരിചയപ്പെടാം. ഞാൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇവിടെ എല്ലാവരും പാരൻസ് ആണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളാണ്. നമ്മൾ കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെ? എല്ലാവർക്കും ഉണ്ട്. ഇവിടെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, വളരെ യങ് ചാപ്സ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഒരുപാട് പരാതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത്തരം ചില നിങ്ങളുടെ പരാതികൾ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ അത് നമ്മൾ ഈ സെഷൻ കഴിയുമ്പോൾ അത് സോൾവ് ചെയ്തോ എന്ന് പരിശോധിക്കാൻ നല്ലതായിരുന്നു. സാറുടെ പേരെന്താ? ജയരാജ് സാർ. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. എത്ര വയസ്സായി? ഒരാള് 28 വയസ്സായി, ഒരാള് 26 വയസ്സ്, ഒരാള് 13 വയസ്സ്. അപ്പൊ ഏകദേശമൊക്കെ ഒരു ടീനേജ് അങ്ങോട്ട് കഴിഞ്ഞു പോവാണ് ഇപ്പൊ. അപ്പൊ ഇത്ര 3 കുട്ടികളെ വളർത്തി അവരെ ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാലയളവിൽ നിങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽട്ടി എന്തായിരുന്നു? സമൂഹത്തിന്റെ ചതിക്കുഴികളിൽ നിന്ന് അവരെങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോരാം, നല്ല വ്യക്തിത്വങ്ങളായി വളർത്താം എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ അവർ വളർന്നോ, അല്ലെങ്കിൽ സമൂഹത്തിൽ ചതിക്കുഴിയിൽ അവർ പെട്ടുപോയോ? പെട്ടിട്ടില്ല, താങ്ക് ഗോഡ്. അതൊന്ന്. പിന്നെ ഒരു യങ് ആയിട്ടുള്ള പാരന്റ് ആണ് നിങ്ങൾ. എത്ര കുട്ടികളുണ്ട്? പാരന്റ് അല്ല, കല്യാണം കഴിക്കാൻ പോകുന്നതല്ല. അപ്പം പ്രിക്കോഷണറി ട്രെയിനിങ്ങിന് വന്നതാണ്. ഗഫൂർക്ക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്താ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന? അമ്മമാരുടെ അടുത്തേക്ക് പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല, അങ്ങോട്ട് വരാട്ടോ. റിമോട്ട് പാരന്റിംഗ് ആണ്. ഗഫൂർക്ക് ഇവിടെയാണ്, കുട്ടികൾ അവിടെയാണ്. അത് വലിയൊരു ചാലഞ്ചാണ്. കുട്ടികളൊക്കെ റാഹത്തായിട്ട് പഠിക്കുന്നു, ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒരു ചാലഞ്ചും വന്നിട്ടില്ല. അപ്പൊ ഒരു നല്ല പാരന്റാണ്. ഇവിടെ അമ്മമാരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെ? ഏറ്റവും വലിയ ചാലഞ്ച് എന്താ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ? തുറന്നു പറയണത്. നമ്മുടെ ക്ലാസ് ആണ്, നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ക്ലാസ് ആണ്. നമ്മൾ പറയുമ്പോഴല്ലേ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടും. ആർക്കുമില്ല. അങ്ങനെയാണെങ്കിൽ ക്ലാസ് നിർത്താം. ആർക്കും ഒരു ചാലഞ്ചസും ഇല്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ്, കുട്ടികൾ വളരെ ഉഷാറാണ്. എന്നാ പിന്നെ ക്ലാസിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ കുട്ടികളുടെ അടുത്തേ പോകട്ടോ, എന്താ പ്രശ്നങ്ങളെന്ന് അറിയാൻ വേണ്ടി. ഉണ്ട്. എന്താ പേടിക്കുന്ന എന്തിനാ? എല്ലാ ചോദ്യവും എല്ലാ ഉത്തരവും ഒക്കെ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. മൈക്കുണ്ട്. നിങ്ങൾ തുറക്കുമ്പോഴാണ് ഞാൻ ഒന്നുകൂടി എന്റെ ബുദ്ധി വികസിക്കുക, അല്ലെങ്കിൽ എന്റെ സംസാരത്തിന്റെ വിശാലത ഒന്നുകൂടി കൂടുക. നിങ്ങൾ മനസ്സ് തുറക്കുമ്പോഴാണ്. തിരിച്ച് ഇങ്ങോട്ട് തന്നെ. ഇനി ആർക്കെങ്കിലും നമ്മൾ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നങ്ങൾ എന്താണ്? അവിടുന്ന് ഉറക്കെ പറയാം. അനുസരണ എന്നുകൊണ്ട് ഉദ്ദേശിച്ച ആരാ പറഞ്ഞേ? പേര് സൈദൽവി സാഹിബി. അനുസരണ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പ്രായം വരെ അവർ നമ്മൾ എന്ത് പറയുന്ന അനുസരിക്കും. ഒരു 10 വയസ്സിനോട് എത്തുമ്പോഴേ
നമ്മൾ ഒരു സ്ഥലത്ത് കളിക്കാൻ പോകരുതെന്നോ അല്ലെങ്കിൽ ഇന്ന പിന്നെ അവർക്ക് ബുദ്ധി വെക്കും, അതാണ് പ്രശ്നം. അതിലേക്ക് ഞാൻ വരാം. ആ 10 വയസ്സ് വരെ അവർക്ക് ബുദ്ധി ഇല്ലായിരുന്നു, 10 വയസ്സിന് ശേഷം അവർക്ക് ബുദ്ധി വെച്ചു. ഓക്കെ, അപ്പം പിന്നെ പറയുന്ന കേൾക്കുന്നില്ല അല്ലേ? ഹലോ, കുട്ടികൾ എറുതല പറയുന്നതിന്റെ എന്താണെന്ന് അറിയണം. എറുതല പറയില്ല, എറുതല. അതായത് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് പറയുന്ന രീതി, അത് തൃശ്ശൂരിൽ നിന്ന് കൊണ്ട് ഇറങ്ങി ആ കുട്ടികൾ വളർന്നുകൊണ്ടാണോ എന്നറിയില്ല, അതുകൊണ്ട് സംശയം. അപ്പൊ കുട്ടികൾ തർക്കുത്തരം പറയുന്നു അല്ലെ? ഇങ്ങോട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു പറയുന്നു. വളരെ എന്തായാലും പറയാ, നമ്മുടെ ഈഗോ വളരെയധികം മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികൾ നമ്മളോട് കയർത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അതെന്തുകൊണ്ട്? അത് അവരെ ആര് പഠിപ്പിച്ചതാണ് നമുക്കൊന്ന് ആലോചിക്കാം. സാറിന്റെ പേരെന്താ? അനീഫ് സാറേ, ആ കുട്ടികളെ ഈ തർക്കുത്തരം പറയാൻ ആര് പഠിപ്പിച്ചതാണ് എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചർച്ച ചെയ്യാം. അവര് അതാണ് ഇതിന്റെ പ്രധാന വിഷയം. പിന്നെ വേറെ ഉള്ളത് മടിയാണ്. അവൻ വേറെ എന്തെങ്കിലും വിഷയത്തിൽ ബിസി ആയിരിക്കും. വെറുതെ ഇരിക്കോ? നിങ്ങൾ പറയുന്ന വിഷയം അവന് താല്പര്യമില്ല. നിങ്ങൾ പറയുന്ന വിഷയം അവന് താല്പര്യമില്ല. അവന് താല്പര്യമില്ല വിഷയം നിങ്ങൾ പറയുന്നില്ല. വീട്ടിൽ പണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവന് താല്പര്യമുള്ള വിഷയങ്ങൾ നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പറയുന്ന വിഷയത്തിൽ അവന് താല്പര്യമില്ല. ഞാൻ എല്ലാത്തിലും തിരിച്ചു വരാട്ടോ. ഇതൊരു ഇനീഷ്യൽ ഡിസ്കഷൻ ആണ് നിങ്ങളുമായി. വീണ്ടും പിന്നെ ഉള്ളത്, അപ്പൊ അനുസരണയില്ല, തർക്കുത്തരം പറയുന്നു, പറഞ്ഞാൽ സ്ലോ മോഷൻ ആണ്, അങ്ങോട്ട് അനുസരിക്കുന്നില്ല. അത് ഏകദേശം അനുസരണയുടെ ഭാഗം തന്നെയാണത്. പിന്നെ ഏറ്റവും കൂടുതൽ സത്യത്തില് ഞാൻ എല്ലാ പരിപാടിയും എടുക്കും, ഏറ്റവും കൂടുതൽ പരാതികൾ വരാറുള്ളത് ഈ ഭാഗത്തു നിന്നാണ്. പഠിത്ത ബുദ്ധിമുട്ട്, പഠിക്കുന്നില്ല, മടി, A+ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല അല്ലേ? A+ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, വലിയ പ്രശ്നമാണ്. കുട്ടികളൊന്നും A+ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ല. പിന്നെ ടി വി കണ്ടിരിക്കും. നിങ്ങളും കുട്ടികളും അല്ലെങ്കിൽ കുട്ടികൾ മാത്രോ? ഓര് കാണുമ്പോ നമ്മളായിട്ട് വെറുതെ ഇരിക്കണ്ടെന്ന് വെച്ചാൽ നമ്മളും കാണും അല്ലേ? അവർക്ക് ടി വി അല്ലാതെ എൻഗേജ് ആവാനുള്ള വല്ല ടൈം പാസ് ഉണ്ടോ? വേറെ ടിവിയും വീഡിയോ ഗെയിമും മൊബൈൽ ഫോണും അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ സമയം ചെലവഴിക്കാൻ? ടിവി, വീഡിയോ ഗെയിം, മൊബൈല്, അതല്ലാതെ ഒരു ഓപ്ഷൻ വേണ്ടേ? നാട്ടിൽ പോകുമ്പോ ടി വി ആണല്ലോ കുട്ടികള്. എവിടെ ടി വി, എവിടെ മൊബൈല് അല്ലേ? പൂച്ച, കാക്ക, പുഴ, മല, അങ്ങനെ അങ്ങനെ വെള്ളം, കാറ്റ്, മഴ, അങ്ങനെ നടക്കാണ് കുട്ടികൾ അല്ലേ? അപ്പം പ്രശ്നം മനസ്സിലായോ? ഇതിലേക്ക് വരാം. അപ്പോ ഇത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞാൻ ചർച്ച ചെയ്തത്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോവാ. ഈ പാരന്റിങ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സത്യത്തില് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രം പോരാ. കുട്ടി ജനിച്ചാൽ അവന് ഭക്ഷണം കൊടുത്താൽ അവൻ വലുതാവും. അതിന് നമ്മുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട. പക്ഷെ ഭക്ഷണം കൊടുക്കണം, അപ്പോഴേ അവൻ വലുതാവുമെന്ന്. മറ്റൊന്നുള്ള അവന്റെ ഇമോഷണൽ ഗ്രോത്ത് ആണ്. ഇമോഷണൽ ആയിട്ടുള്ള അവന്റെ ഗ്രോത്ത്. അതോടൊപ്പം സാമൂഹികമായിട്ടുള്ള ഒരു വളർച്ചയുണ്ട് അല്ലേ? പണ്ട് കാലത്തൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരാൾ അതിഥിയായിട്ട് വന്നാല് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? പണ്ട് കാലത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും, വരി, ഇരിക്കി, പാപ്പ കുളിക്കാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കി, ചായ വെള്ളം എന്താ വേണ്ടേ, ഉമ്മ അതിഥി വന്നിട്ടുണ്ട്, പിന്നെ ചായ എടുക്കി. എൻ്റെ പേര് അബ്ദുറഹ്മാൻ, ഞാൻ മോനാണ്, പിന്നെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പ വരുന്നത് വരെ ഇവൻ എന്താക്കും? അതിഥിയെ കയ്യിലെടുത്ത് അവസാനം പാപ്പനായിട്ട് വലിയ കമ്പനി ആരാവും? ഈ അതിഥിയും മോനും തമ്മിലാവും. ഇപ്പത്തെ മക്കളോ ബെല്ലടിച്ച് ഫേസ്ബുക്കിലായിരിക്കും. ബെല്ലടിച്ചിട്ട് ആരാണിത് ഈ നേരത്തെ ശല്യം ചെയ്യാൻ? പോയി വാതിൽ പറഞ്ഞു, ആരാണ്? ഞാന് പാപ്പോടല്ല എന്ന് പറഞ്ഞ ഒറ്റ അടവാണ്. പാപ്പോടല്ലോ, അടച്ചു വേഗം പോയിട്ട് എന്ത് ചെയ്യും? ഫേസ്ബുക്കിലിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ അതിഥി വന്നു പാപ്പുള്ള സമയത്ത് അവൻ എന്ത് ചെയ്യും? അതിഥിയെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് വാതിലേക്ക് പോവോ? ഇല്ല, അവൻ ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ തന്നെ കളിക്കായിരിക്കും. ഇനിയിപ്പോ അതിഥി വന്ന് സംസാരിച്ച് ചായ കുടിക്കുമ്പോഴും അവൻ എന്തായിരിക്കും? ഫേസ്ബുക്കിലും ടാബ്ലറ്റിലും കളിക്കായിരിക്കും. അവൻ ഗെയിം കളിക്കായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് സംസാരിക്കായിരിക്കും. ഇവിടെ എന്തെങ്കിലും ഒരു സാമൂഹിക ആരോഗ്യ വിഷയം ഉണ്ടോ?
ഒരു സാമൂഹിക ആരോഗ്യം, സാമൂഹിക ബോധത്തിലുള്ള ചെറിയൊരു വിഷയം ഉണ്ട് അതിൽ. അപ്പൊ കുട്ടികളിൽ സാമൂഹികമായിട്ടുള്ള ആരോഗ്യവും സാമൂഹിക ബോധവും വളർത്തുക എന്നുള്ളതും പാരന്റിങ്ങിന്റെ എന്താണ് ഭാഗമാണ്. പിന്നെ എന്നുള്ള ഇന്റലക്ച്വൽ ഗ്രോത്ത് ആണ്. കുട്ടിയുടെ ബുദ്ധി വികാസവും രക്ഷിതാക്കൾ കുട്ടിയെ എങ്ങനെ വളർത്തുന്നു എന്നതിനനുസരിച്ചാണ് കുട്ടിയുടെ ബുദ്ധി വികാസം വരുന്നത്. അപ്പൊ ഇതെല്ലാം അടങ്ങിയ ഒരു ഡെവലപ്മെന്റ്, അതിനുതകുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ പാരന്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ഗ്രോത്ത്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന വളം അത് പോസിറ്റീവ് ആണെങ്കിൽ, നല്ല വളമാണെങ്കിൽ കുട്ടി നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വളരും. ഇനി നമ്മൾ കൊടുക്കുന്ന വളം അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്ന വെള്ളം മോശം വെള്ളമാണെങ്കിലോ നെഗറ്റീവ് വെള്ളമാണെങ്കിലോ കുട്ടി വളരും, പക്ഷേ എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് പാരന്റിങ് നമ്മുടെ ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ട വെള്ളവും വളവും നമ്മൾ പോസിറ്റീവായിട്ട് കൊടുത്താൽ കുട്ടികൾ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് പാരന്റിങ് എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പോസിറ്റീവ് പാരന്റിങ് വേണം എന്ന് പറയുന്നത്. അതെന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം. എറിക് ബേൺ ഈ ട്രാൻസാക്ഷണൽ അനലൈസിസ്, അതായത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറിയുടെ ഉപജ്ഞാതാവ് കൂടിയാണ്. അയാൾ പറഞ്ഞത് ഈ ലോകത്ത് ജനിക്കുന്ന കുട്ടികളെല്ലാം ഒന്നെങ്കിൽ രാജകുമാരനോ അല്ലെങ്കിൽ രാജകുമാരിയോ ആയാണ് ജനിക്കുന്നത്, അല്ലേ? എല്ലാ കുട്ടികളും ജനിക്കുമ്പോ എന്താണ്? രാജകുമാരനോ രാജകുമാരിയോ ആണ്. അവരും ഒരു സാധാരണ കുട്ടിയും ഒരു കൊട്ടാരത്തിൽ ജനിച്ച കുട്ടിയും തമ്മിൽ ഒരു മാറ്റവും. പിന്നെ അത്രയും ബുദ്ധിയും വികാസവും എല്ലാം ഉള്ള തുല്യമായ ബുദ്ധിയുള്ള കുട്ടികളായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത്. പക്ഷേ പാരന്റ്സ് മേക്ക് ദം ഫ്രോഗ്സ്. ഈ കിണറ്റിലെ തവളകൾ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്, അതറിയോ? കിണറ്റിലെ തവളകൾ. എന്താണ് പ്രശ്നം കിണറ്റിലെ തവളക്ക്? കിണറ്റിൽ നടക്കുന്ന പ്രശ്നം ഈ കിണർ എന്ന് പറയുന്നത് ലോകത്ത് വളരെ ചെറിയ ഒരു ഇട്ടാവട്ടമാണ്. ആ ഒരു ഇട്ടാവട്ടത്തിൽ അതിന്റെ ഉള്ളിലെ ഒരു ലോകം മാത്രമേ ആർക്കറിയൂ? തവളക്കറിയൂ. പക്ഷെ ലോകം വളരെ വിശാലമാണ്. പക്ഷെ അതിന് എന്ത് ചെയ്യണം? ഒന്ന് പുറത്തേക്ക് വന്ന് ആ വിശാലമായ ലോകം ഒന്ന് കാണണം. പക്ഷേ പാരന്റ്സ്, നമ്മൾ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾ അതിനെ അനുവദിക്കാറില്ല. വിശാലമായ ലോകത്തേക്ക് ഒരിക്കലും നോക്കാൻ അവരെ സമ്മതിക്കാറില്ല. നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ് അവർ. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കാം. ഒരു കുട്ടി, ഒരു 5 വയസ്സുകാരൻ, അവന് 1 വയസ്സുള്ള ഒരു ചെറിയ അനിയനും കൂടി ഉണ്ട്. ഉമ്മ കുളിക്കാൻ പോയതാണ്. ഉമ്മ പറഞ്ഞു, മോനെ കുട്ടിയെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവനെന്ത് ചെയ്തു? കുട്ടിയെ കുറച്ചു നേരം കളിപ്പിച്ചു. കുട്ടി കരഞ്ഞപ്പോ തൊട്ടിലിൽ എടുത്തിട്ടു, കുട്ടിയെ താരാട്ട് പാടി, കുട്ടിയെ ഉറക്കി. എന്നാലിട്ട് ഉമ്മാന്റെ കുളി കഴിയോ? ഇല്ല. ഉമ്മയുടെ കുളി ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനിയും അവന്റെ അടുത്ത് സമയമുണ്ട്. അപ്പൊ മോൻ എന്ത് ചെയ്തു? അവൻ വെറുതെ ഇരുന്നപ്പോ വീട്ടിലിങ്ങനെ നോക്കിയപ്പോ ചുമര് നല്ല വിശാലമാണ്. നല്ല വിശാലമായ വൃത്തിയുള്ള ചുമര്, നല്ലൊരു പ്രതലം. അവന് വാങ്ങിക്കൊടുത്ത കുറെ കളറുകളുണ്ട് അവന്റെ കയ്യിൽ. അവന് അങ്ങനെ അവൻ ആ സമയം എന്ത് ചെയ്തു? ആ ചുമരിൽ പോയിട്ട് വിശാലമായിട്ട് നല്ല ഒരു ചിത്രം വരച്ചു. നല്ലൊരു ചിത്രം. എന്താണ് ചിത്രം എന്ന് ചോദിച്ചാൽ, ഒരു കുട്ടിയെ ഒരു ഉമ്മ ഇങ്ങനെ താരാട്ട് ആട്ടുകയാണ്. ആ കുട്ടി കുറച്ച് വലിയ കുട്ടിയാണ്. അവൻ തലണയിൽ നിന്നും ഈ തൊട്ടിലിൽ നിന്നും തല പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോക്കുന്ന മുഖം അവന്റെ മുഖം പോലെ ഇരിക്കുന്നു. ഉമ്മ എന്ത് ചെയ്യുന്നു? കുട്ടിയെ ഇങ്ങനെ താരാട്ടാട്ടുന്നു. അതാണ് ആ ചിത്രത്തിന്റെ ഒരു കൺസെപ്റ്റ്. അതായത് അവന്റെ മനസ്സിലുള്ള ആ ഒരു ഉമ്മയുടെ ലാളനയുടെയും ആ സ്നേഹത്തിന്റെയും ഒരു പ്രതീകത്തെ അവൻ എന്ത് ചെയ്തു? വളരെ ഭംഗിയായി ഒരു ക്യാൻവാസിൽ, അതായത് ആ ചുമരിൽ അവൻ വരച്ചു. ഈ കുട്ടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല കുട്ടിയാണോ മോശം കുട്ടിയാണോ? വളരെ നല്ല കുട്ടിയല്ല. അപ്പൊ ശരിയാക്കി തരാം. ഉമ്മ കുളിച്ച് പുറത്തിറങ്ങി. അശ്മേ, എന്ത് പണിയാടാ നീ കാട്ട? ആ ചുമര് മൊത്തം കേടാക്കി. അവനെ പിടിച്ചിട്ട് 2 എണ്ണം പൂശും. ഉറപ്പായിട്ട് പൂശും, അല്ലേ? പൂശിയിട്ട് തന്നെ ബാക്കി കാര്യം. അവനെ പിടിച്ച് പൂശും. കാരണം എന്താ? വൃത്തിയായിട്ട് ഇന്നലെ പാപ്പ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ലക്ഷക്കണക്കിന് രൂപ മുടക്കി പെയിന്റ് അടിച്ച വൃത്തിയായ ചുമരിൽ അവന്റെ ഫോട്ടോ, അതായത് അവന്റെ ചിത്രം വരച്ചിരിക്കുന്നു. അങ്ങനെ അവനെ നന്നായിട്ട് പൂശി.
ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? വല്ല തെറ്റുണ്ടോ? അവൻ വളരെ വലിയ തെറ്റല്ലേ ചെയ്തത്, ചുമരിൽ വരച്ചു എന്നുള്ളത് വലിയ തെറ്റാണ്. വല്ല തെറ്റുണ്ടോ അതില്? അവൻ അടിച്ചതിൽ ഉണ്ടോ? വേണ്ടാത്ത പണിയിലെടുത്തേ. പിന്നെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പാരന്റിങ്ങിന്റെ പ്രോസസിങ് അവിടെ കാണുന്നില്ല. അവൻ വേണ്ടാത്ത പണിയെടുത്തിട്ടല്ലേ അടിയിട്ടേ. തെറ്റുണ്ടോ? ഓക്കെ, ഇനി ഇതിലിപ്പോ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടി, അവന് വലിയ വിശാലമായ ഒരു ചിന്ത മനസ്സിൽ വന്നതാണ്. അവന്റെ ഒരു കഴിവ്, ഒരു ആർട്ടിസ്റ്റ് അവനിൽ അടങ്ങിയിരിക്കുന്ന, ഒരു 5 വയസ്സുകാരനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അവന്റെ മനസ്സിൽ വരുന്നു. വിശാലമായ ഒരു ചിന്ത വരുന്നു. അത് ആ ഒരു കലയെ അവൻ എക്സ്പ്രസ് ചെയ്യുന്നു ഒറ്റയടിക്ക്. ആ കലയെ എക്സ്പ്രസ് ചെയ്തു. ആ എക്സ്പ്രസ് ചെയ്ത് ഇരിക്കുമ്പോ ഉമ്മ വന്നിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചു. അപ്പൊ അവൻ മനസ്സിലാക്കി എന്താണ്? ബുദ്ധിയിൽ ചിന്തകൾ വരും. ബുദ്ധിയിൽ എന്ത് വരും? ചിന്തകൾ വരും, കൺസെപ്റ്റുകൾ വരും. പക്ഷെ എന്താക്കരുത്? ഒരിക്കലും പുറത്തെടുക്കരുത്. പ്രതിഫലിപ്പിച്ചാൽ എന്ത് കിട്ടും? ഉമ്മയോട് അടി കിട്ടും. പക്ഷെ ചുമരിൽ വരക്കരുത്, അല്ലെങ്കിൽ ചുമരിൽ വരച്ചാൽ ചുമർ ചീത്തയാകും, പെയിന്റ് അടിക്കാൻ പൈസ ചെലവുണ്ട്, അല്ലെങ്കിൽ അത് മോശമാണ് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയുള്ള കുട്ടിയല്ല ആര്? ഈ 5 വയസ്സുകാരൻ. പക്ഷെ അവൻ ഒരു കാര്യം മനസ്സിലായി. എന്ത്? ബുദ്ധിയിൽ ചിന്തകൾ വരും, ബുദ്ധിയിൽ കഴിവുകൾ വരും. പക്ഷെ അത്തരം വലിയ ചിന്തകളൊന്നും എന്താവരുത്? പുറത്തെടുക്കരുത്. പുറത്തെടുത്താൽ ഉമ്മയുടെ വക ചുട്ട അടി കിട്ടും. അതുകൊണ്ട് ഉമ്മ പറഞ്ഞ പണിയെടുത്ത് ആ മൂലയിൽ ടാബ്ലറ്റും പിടിച്ച് അവിടെ ഇരുന്നോളുക എന്നുള്ളത് അവനൊരു ശീലമാക്കി മാറ്റും. അതാണ് എറിക് ബേൺ പറഞ്ഞത്. എന്ത്? എല്ലാ കുട്ടികളും വളരെ വലിയ ഉന്നത നിലയിലാണ് ജനിക്കുന്നത്. പക്ഷെ പാരന്റ്സ് എന്താക്കുന്നു? അവരെ വളർത്തി റെസ്ട്രിക്ഷൻസ് കൊടുത്തു അവരെന്താക്കുന്നു? കിണറ്റിലെ തവളകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇനി ഇതേ സാഹചര്യത്തെ മറ്റൊരു രീതിയിൽ നമ്മൾ കാണാൻ നോക്കാം. ഇതേ സാഹചര്യം, ഉമ്മ വരികയാണ്. വാവ്, വാട്ട് എ നൈസ് പിക്ചർ. ആരാ വരച്ചത് മോനെ? ആ ഹാഷിം, നീയാണോ വരച്ചത്? കൈക്കൊടു മോനെ, കൈക്കൊട്. അയ്യവ, നൈസ് ബോയ്, നല്ല പിക്ചർ, വെരി നൈസ്. മോനാണ് വരച്ചത്, ഒന്നുകൂടി കൈക്കൊടു, വെരി നൈസ് ബോയ്, വാ എന്ന് പറഞ്ഞിട്ട് അവന് കൈ കൊടുക്കുന്നു, അവനെ ഒന്ന് കൊട്ടുന്നു, അവനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അവനെ ഞാനാ വരച്ചത്. വീണ്ടും ഒന്നും കൂടി പറയൂ. എന്തിന്? ഒന്നും കൂടി ആ അപ്രിഷിയേഷൻ കിട്ടാൻ. സത്യത്തിൽ അവന്റെ ബുദ്ധിയിൽ ഒരു ചിന്ത വന്നു, വലിയൊരു ചിന്ത. ആ ചിന്ത അവൻ അവിടെ ചുമരിൽ പ്രകടിപ്പിച്ചു. ഉമ്മയുടെ ഭാഗത്ത് നിന്ന് എന്താ കിട്ടിയത്? വലിയ പ്രോത്സാഹനം കിട്ടി, അല്ലെ? വലിയ പ്രോത്സാഹനം കിട്ടി. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ ചുമര് വൃത്തികേടാവാതിരിക്കല്ലേ? ഇപ്പൊ ഏതായാലും ആ കുട്ടി വരച്ചു പോയില്ലേ. ഇനിയിപ്പോ അവനെ 2 പൂശിയാൽ ആ വര മായോ? ഇല്ലല്ലോ. അവന് 2 പൂശിയെന്ന് വിചാരിച്ചാൽ ആ വര എന്താവില്ല. അവിടെ ഇനി പെയിന്റ് തന്നെ അടിക്കണം. വെറുതെ എന്തിനാ കുട്ടിയെ അടിച്ചത്? വല്ല ഉപകാരമുണ്ടോ? ആ വര വരച്ചു, അവിടെ ഇനി അടിച്ചിട്ട് ആ വര പോവില്ല. പക്ഷെ അത് അടിക്കുന്നത് കൊണ്ട് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇനി വേണ്ടത് അവനോട് പറയാ, ഹഷിമോൻ, നാളെ ഹാഷിം എന്റെ വലിയ കുട്ടിയുടെ പേരാണ് കേട്ടോ. നാളെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ മോൻ എന്ത് ചെയ്യാം? ഇപ്പൊ വലിയൊരു ക്യാൻവാസ് വാങ്ങിത്തരും. ആ ക്യാൻവാസിൽ മോന് നാളെ നല്ല പിക്ചർ വരക്കണം. അതെന്താണ്? വീണ്ടും ഒരു റിവാർഡാണ്. ഒരെന്താണ്? അല്ലെങ്കിൽ ഒരു അവാർഡ് കൊടുക്കുകയാണ് ബോയ്ക്ക്. അവന് വരക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവൻ അവൻ ഇന്നോടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിനുള്ളൊരു അപ്രിഷിയേഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അവന് വേണ്ടത് ഇനിയും അത് വരക്കാൻ ആവശ്യമായ ആക്ച്വലി എവിടെയാണ് വരക്കുന്നത്? ഈ ക്യാൻവാസ് കുട്ടിക്ക് അറിയാമോ? ക്യാൻവാസ് എന്ന സാധനമുണ്ട്, അതിലാണ് സാധാരണ വരയ്ക്കേണ്ടതെന്ന് ആർക്കറിയില്ല? കുട്ടിക്കറിയില്ല. അത് അവൻ അതിന്റെ സാധനം വാങ്ങിക്കൊടുക്കണം, അതിന്റെ കളർ വാങ്ങിക്കൊടുക്കണം, നാളെ അവൻ വരക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 2 രീതിയിൽ പ്രതികരിച്ചാൽ, ഒന്നിൽ ഒരു ഫ്രോഗ് ജനിക്കും, അല്ലെങ്കിൽ ഒരു കിണറ്റിലെ തവള ജനിക്കും, അല്ലെങ്കിൽ വളരും. മറ്റതിൽ ഒരു കലാകാരൻ ജനിക്കും. ഒരേ സാഹചര്യമാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രതികരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നല്ല കലാകാരനെയാണ്. ചെറുപ്പത്തിൽ തന്നെ ശരിക്കും ഡെവലപ്പ് ചെയ്തെടുത്ത നല്ലൊരു കലാകാരൻ. നെഗറ്റീവായിട്ട് പ്രതികരിച്ചാൽ നമുക്ക് കിട്ടുന്നത് വളരെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചിന്താവലയങ്ങൾ പുറത്തോട്ട് ഭാവിയിൽ ഒഴുക്കാത്ത ഒരു കുട്ടിയാണ് നമുക്ക് കിട്ടുക. ഞാൻ ഈ വിഷയത്തിൽ കുറച്ചും കൂടി കഴിഞ്ഞ് ഒന്ന് വിശാലമായിട്ട് വരാം. ഈ പാരന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയൊരു ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇന്നത്തെ ലോകം അത് നമ്മുടെ പ്രധാനമന്ത്രി ആയാലും, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രധാനമന്ത്രി ആയാലും, നമ്മുടെ രാഷ്ട്രീയക്കാരായാലും, മതനേതാക്കളായാലും, ഇന്നത്തെ ലോകം എന്താണോ അത് ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ആളുകളുടെ സ്വഭാവം പോലെ ഇരിക്കും, അവരുടെ കഴിവ് പോലെ ഇരിക്കും, അല്ലെ? ഇവരൊക്കെ എന്തായിരുന്നു ഒരു കാലത്ത്? ഇവരൊക്കെ ആരായിരുന്നു ഒരു കാലത്ത്?
കുട്ടികളായിരുന്നു. ഇവരൊക്കെ ഒരു കാലത്ത് കുട്ടികളായിരുന്നു. അവരുടെ മാതാപിതാക്കൾ, അവരുടെ അധ്യാപകർ, അവരുടെ സമൂഹം എങ്ങനെയാണോ അവരെ വളർത്തിയത് അതിനനുസരിച്ചാണ് അവർ ഷേപ്പ് ചെയ്തത്. അതിനനുസരിച്ചാണ് ഇന്നത്തെ ലോകമുള്ളത്. അതുപോലെ തന്നെ നാളത്തെ ജനറേഷൻ 50 years from now അല്ലെങ്കിൽ 25 years from now എന്തായിരിക്കുമെന്ന് തീർച്ചയായും തീരുമാനിക്കുന്നത് എന്താണ്? അതിന്റെ ഷേപ്പ് എന്തായിരിക്കുമെന്ന് തീർച്ചയായും തീരുമാനിക്കുന്നത് എന്താണ്? ഇന്ന് നാം നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതിയാണ്. അതുപോലെ ആയിരിക്കും നാളത്തെ സമൂഹം, അല്ലെ? അപ്പൊ ഇത്രയും വലിയ നാളത്തെ സമൂഹത്തിന്റെ മൊത്തം ഗതിയെ നിയന്ത്രിക്കുന്ന ഈ ഒരു സംഭവം, അതിന് ആർക്കെങ്കിലും ഫോർമലായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നൊക്കെ വിശദമായിട്ട് ക്ലാസ്, ഒരു മാസം പോയി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വളരെ വിശാലമായി പഠിച്ചിട്ട് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ഒരു ട്രെയിനിങ്ങും ഇല്ല. വളരെ വിശാലമായ ഒരു വിഷയം, പക്ഷെ അതിനെന്തില്ല, ഒരു ട്രെയിനിങ്ങും ഇല്ല. ബാക്കിയുള്ള എല്ലാ ചെറിയ ചെറിയ വിഷയങ്ങൾക്കും ഒരു അക്കൗണ്ടന്റിന് ട്രെയിനിങ് ഉണ്ട്, ഒരു എഞ്ചിനീയറിംഗിന് ട്രെയിനിങ് ഉണ്ട്, ഒരു ഡോക്ടറിന് ട്രെയിനിങ് ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ ചെറിയൊരു ലോകമാണ്. പാരന്റിങ് എന്ന് പറയുന്നത് എന്താണ്? വളരെ വിശാലമായ ഒരു ലോകമാണ്. പലരും എന്താക്കാറില്ല, ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. തൃശ്ശൂർ കൂട്ടായ്മ ഈ വിഷയം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചതിൽ വളരെയധികം പ്രശംസനീയമാണ്. എല്ലാ അഭിനന്ദനങ്ങളും. ഇതൊരു മറ്റെല്ലാ ജോലികളും സത്യത്തില് 8 to 5 ആണ്, അല്ലെങ്കിൽ 9 to 6 ആണ്. പക്ഷെ പാരന്റിങ്ങോ ഫുൾ ടൈം ആണ്, 24 hour ആണ്. അതിന് into 7 ആണ്, അല്ലെ? ഇന്ന് എനിക്ക് ലീവാണെന്നൊന്നും പറയാൻ പറ്റില്ല. 24 into 7 ആണ് പാരന്റിങ്. ആർക്കെങ്കിലും അതിന് ശമ്പളം കിട്ടോ? ശമ്പളം കിട്ടുന്നുണ്ടോ? എന്താ താല്പര്യം ഉണ്ട് അല്ലേ? ശമ്പളം കിട്ടുന്നുണ്ടോ? അപ്പൊ ശമ്പളമല്ല, ഫുൾ ടൈം ആണ്, ബ്രേക്ക് ഇല്ല, അല്ലേ? എന്നാൽ അതിനൊക്കെ വല്ല അപ്രിസിയേഷൻ ഉണ്ടോ? അപ്രിസിയേഷൻ ഉണ്ടോ? കുറ്റപ്പെടുത്തലുകളേ ഉള്ളൂ. അവിടെയെങ്കിലും നമ്മളൊന്ന് മാറണം. അല്ല, ഒരു ചോദ്യം, ഈ പാരന്റിങ് എന്ന് പറഞ്ഞത് ആരുടെ ഉത്തരവാദിത്വമാണ്? കുട്ടികളെ വളർത്തുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഉമ്മ, പാപ്പ, ആരുടെ ഉത്തരവാദിത്വമാണ്? രണ്ടുപേരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങള് കഴിഞ്ഞ 2 വർഷം മുമ്പ് മഹാത്മാ സ്കൂളിൽ ഒരു പാരന്റിങ് പ്രോഗ്രാം വെച്ചു. ഇപ്പുറത്തെ ഭാഗത്ത് ഫീമെയിൽ സെക്ഷനിൽ നോക്കിയപ്പോൾ 265 ആളുകളുണ്ട്. മെയിൽ സെക്ഷനിൽ നോക്കിയപ്പോൾ ഒരു 120 ആളേ ഉള്ളൂ. അതായത് എല്ലാം എന്ത് ചെയ്തു? ആളുകളൊക്കെ എന്ത് ചെയ്തു? കുട്ടികളെ വളർത്തേണ്ട വിഷയമല്ലേ, ഓളവിടെ ഇറക്കിയിട്ട് ഞാൻ പോവാണ്. എല്ലാവരും എന്താക്കി? ഭാര്യമാരെ അവിടെ ഇറക്കിയിട്ട് ഭർത്താക്കന്മാര് പോയി. അതൊരു ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മിത്താണ്, ഒരു മിസ്കൺസെപ്ഷൻ ആണ്. എന്ത്? കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഉമ്മമാരുടെ മാത്രം ജോലിയാണ്. അത് അവരുടെ കൺസെപ്റ്റ് ആണ്. ഓഫീസിൽ പോവുക, ബിസിനസ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അത് കൊടുക്കുക, അതാണ് എന്റെ ജോലി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്, അല്ലേ? സത്യത്തിൽ തിരിച്ചായിക്കൂടെ? ഫാദറിന് അറിയാം, അതുകൊണ്ട് വേണ്ട. ഉമ്മക്ക് അറിയില്ല, അതുകൊണ്ട് വേണം എന്നുള്ള എന്ത്? പാരന്റിങ് അറിയാം, ആയിക്കോട്ടെ, പോസിറ്റീവായിട്ട് എടുക്കാം. ഈഗോ ആണല്ലേ? അതൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മുടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ക്ലാസ് കഴിയുമ്പോ കുറെ മാറ്റങ്ങളൊക്കെ വരും. എന്താ പേര്? റോഷൻ. എവിടെ? നാട്ടില്? കൊടുങ്ങല്ലൂർ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനൊരു IT കമ്പനിയിലാണ്. ഈ നമ്മുടെ എഫക്റ്റീവ് പാരന്റിങ് അല്ലെങ്കിൽ പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്, സത്യത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഓരോ കുട്ടിയിലും ഒരു ഉന്നതനായ വ്യക്തിത്വം ഉണ്ട്. ഓരോ കുട്ടിയിലും ഒരു ഉന്നതനായ വ്യക്തിത്വം ഉണ്ട്. ഓരോ കുട്ടിയിലും അത് എല്ലാ കുട്ടികളിലും വ്യത്യസ്തമാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. എല്ലാവരും ഡോക്ടർ ആവോ? എല്ലാവരും എഞ്ചിനീയർ ആവോ? ഇല്ല. അപ്പൊ എല്ലാ കുട്ടിയും വ്യത്യസ്തനാണ്. പക്ഷെ അതിലെല്ലാവരിലും എന്തുണ്ട്? എല്ലാവർക്കും A+ കിട്ടുമോ? അതിന് അവൻ പഠിക്കുന്നില്ല, അവൻ അനുസരണയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മള് ഒരു വിശാലമായ ചർച്ചയാണല്ലോ ഇന്ന്. ഇടക്കിടക്ക് ബ്രേക്ക് എടുത്തുകൊണ്ടുള്ള വിശാലമായ ചർച്ചയാണ്. അപ്പൊ ഓരോ കുട്ടിയിലും അടങ്ങിയിരിക്കുന്ന ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിത്വം,
ഉണ്ട്. അതിനെ പരിപോഷിക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് പുറത്തെടുക്കാൻ ഉതകുന്ന എന്ത് കാര്യങ്ങളും, അതെല്ലാം അടങ്ങിയ ഒരു പ്രോസസ്സാണ് എന്ത് പോസിറ്റീവ് പാരന്റിങ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് നമ്മൾക്ക് കുട്ടികളെ കുറിച്ചുള്ള കംപ്ലൈന്റുകളാണ് അല്ലേ? പക്ഷെ അവരുടെ സ്വഭാവം കൂടി ഒന്ന് മനസ്സിലാക്കണം. ശരി, കുട്ടികൾ ഇവിടെ പാടില്ല ഇത് ചർച്ച ചെയ്യുമ്പോൾ. കുട്ടികളുടെ സ്വഭാവം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളെ വളർത്താൻ. കുട്ടികളുടെ സൈക്കോളജി ഒന്ന് മനസ്സിലാക്കണം. അതിനൊരു 2 സ്ലൈഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടികൾ നമ്മളെ കുറിച്ച്, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചിന്തിക്കുന്നു, കുട്ടികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നതിലപ്പുറം കുട്ടികൾ നമ്മളെ കുറിച്ച്, വാപ്പാനെ കുറിച്ചും ഉമ്മയെ കുറിച്ചും അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒന്ന് ചെറിയൊരു വിലയിരുത്തൽ. കുട്ടികളുടെ പ്രധാന പ്രശ്നം അവരുടെ തലയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ? ചോദ്യം ചോദിച്ചിട്ട് എന്ത് ചെയ്യും? എടങ്ങേറാക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മനെ ഗെയിം ഇട്ട് അവിടെ കൊടുക്കും. ചെക്കൻ എന്ത് ചെയ്യും? ഒരു 2 മണിക്കൂർ രക്ഷപ്പെട്ടു അല്ലേ? അല്ലെങ്കിൽ ടാബ്ലറ്റ് വാങ്ങിക്കൊടുക്കും. ഒരു ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്താൽ എന്തായി? വളരെ വിശാലമായിട്ട് അവൻ 2-3 മണിക്കൂർ ഇരുന്ന് ഗെയിം കളിച്ച് കണ്ണ് കേടുവരുത്തി, കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ച് കണ്ണും തലച്ചോറും ശരീരവും തളരുമ്പോ അവൻ എന്താവും? അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. മറ്റൊരു 2 മണിക്കൂർ രക്ഷപ്പെട്ടു. അപ്പൊ 5 മണിക്കൂർ രക്ഷപ്പെട്ടു. അപ്പൊ കുട്ടികളുടെ തലയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മാതാപിതാക്കൾക്ക് സമയവും, അല്ലെങ്കിൽ എന്തായാലും പറയാം, നമുക്കാർക്കും പ്രത്യേകിച്ച് സമയമില്ല, നമ്മളുണ്ടാവില്ല. ഇനിയോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് അത് ശരിയാവാം, തെറ്റാവാം. പക്ഷെ കുട്ടികളുടെ ചോദ്യങ്ങൾ, അവരുടെ തലയിലുള്ള കോൺഫ്ലിക്റ്റുകൾ എന്നും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ചോദ്യങ്ങൾ എന്താക്കരുത്, തള്ളിവിടരുത്. അതെല്ലാത്തിനും ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊന്നുള്ളത്, നിങ്ങൾ വിചാരിക്കും നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഈഗോ ഉള്ളൂന്ന്. കുട്ടികൾ നമ്മളെക്കാൾ വലിയ ഈഗോയിസ്റ്റിക്കാ. അവന്റെ ഈഗോ എന്തെങ്കിലും നിങ്ങൾ മുറിവേൽപ്പിച്ചാൽ പിന്നെ നിങ്ങൾ പറയുന്നത് ഒന്നും അവൻ കേൾക്കില്ല, ഒന്നും കേൾക്കില്ല. അവന്റെ ഈഗോ, അവന്റെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, അവൻ എന്നൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യുന്ന 3 വയസ്സിന് ശേഷമാണ്. മനസ്സിലാക്കണം, ഞാൻ 18 വയസ്സല്ല പറഞ്ഞത്. എത്ര വയസ്സ്? 3 വയസ്സിന് ശേഷം കുട്ടിയുടെ ഞാൻ എന്നുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ മുറിവേൽപ്പിച്ചാൽ അവൻ പിന്നെ ഒരിക്കലും നമ്മളെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യില്ല. അതിനർത്ഥം കുട്ടി പറയുന്നതെല്ലാം കേൾക്കണമെന്നല്ല കേട്ടോ. കുട്ടി പറയുന്നതെല്ലാം കേൾക്കണമെന്നല്ല. പക്ഷെ അത് ചെയ്യേണ്ടയും പറയേണ്ടയും ചില രീതികളുണ്ട്. അതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഈ കുട്ടികളുടെ മറ്റൊരു പ്രശ്നം, എല്ലാവരും അവരുടെ മെക്കെട്ട് കയറും. കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടി ഇങ്ങനെ പുറത്ത് കളിക്കായിരിക്കും. അപ്പോഴാണ് പാൽക്കാരൻ വരുന്നത്. പാൽക്കാരൻ പറയും, ഡാ ഇവിടെ കളിക്കാം, പോയി പഠിക്കടാ. പിന്നെ അപ്പുറത്ത് അടിച്ചു തരാൻ വരുന്ന പെണ്ണ് അങ്ങനെ നടക്കുമ്പോ ഇവിടെ കളിക്കാതെ പോയി പഠിക്കടാ, പോയി പഠിക്ക്. പിന്നെ വെറുതെ ഒരാൾ നടന്നുകൊണ്ട്, എന്താണ് അവിടെ കളിക്കണേ, പോയി പഠിക്കടാ. ഈ വഴിയിൽ നടക്കുന്ന ആളുകളൊക്കെ അവന്റെ മെക്കിട്ട് കയറുന്നതിനാ? ആരാ അതിന് അനുവാദം കൊടുത്തത്? കുട്ടികളെ കണ്ടാൽ നമ്മളൊന്നും എന്തായാലും പറയാം അല്ലെ? ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്കൊന്നും പാരന്റ് ആകാൻ തോന്നും. അവര് 2 ചീത്ത പറഞ്ഞ ഒരു സുഖമാണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചോളം ഈ ലോകത്തെ അവർ വെറുക്കാൻ തുടങ്ങും. എപ്പോ? കാണുന്നവരൊക്കെ അവരെ ചീത്ത പറയും, ചെയ്യാറില്ലേ? ഒരു കുട്ടിയെ കണ്ട എല്ലാവരും പെട്ടെന്ന് വന്നിട്ട് അവനെ നല്ലത് പറയില്ല, മോനെ നല്ല മോനാണ് കേട്ടോ എന്ന് പറഞ്ഞ് 2 നല്ല വാക്കല്ല കൊടുക്കുക. അവൻ എന്താണ് അവൻ വികൃതി കാട്ടുന്നതെന്ന് നോക്കിയിട്ട് ആ വികൃതിയെ 2 ചീത്ത പറയും. അതൊരു സുഖമാണ്. അപ്പൊ കുട്ടികൾക്ക് they feel attacked by everybody. ആര് കാണുന്ന അവർക്ക് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടേ പോകും. അതിനനുസരിച്ചാണ് അവർ പിന്നെ നമ്മളോട് പ്രതികരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊന്നുള്ളത്, അവർക്ക് ഒരു തോന്നലുണ്ട്. എന്തറിയോ? തോന്നലുണ്ട്, സത്യത്തിലുണ്ട്. എന്തെന്നറിയോ? ഉമ്മയും ബാപ്പയൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് സാധനം. ഉമ്മയും ബാപ്പ എന്താണ് സംഗതി ഔട്ട്ഡേറ്റഡ്. എന്ത് ബാപ്പ, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ? എന്ത് ബാപ്പ, നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടോ? എന്ത് ബാപ്പ. ഉമ്മാക്ക് ഫേസ്ബുക്ക് നോക്കാൻ അറിയോ? ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട് ഉമ്മാക്ക്? എന്തും ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്കൂളിൽ പോയപ്പോൾ അവിടെ ഫേസ്ബുക്കിനെ കുറിച്ച് ഒരു ചർച്ച വന്നു. അപ്പോൾ കുട്ടികളോട് ചോദിച്ചു ആർക്കൊക്കെ ഫേസ്ബുക്ക് ഉണ്ടെന്ന്. അപ്പോൾ കുട്ടികൾ കൈ പൊന്തിക്കാണ്. മോനെ എത്രാം ക്ലാസ്സിലാണ്? 2ാം ക്ലാസ്സിലാണ്, 3ാം ക്ലാസ്സിലാണ്, 4ാം ക്ലാസ്സിലാണ്.
അപ്പോ എന്തിനാണ് മോനെ ഫേസ്ബുക്ക്? അത് ക്ലാസ്സിൽ ഇപ്പൊ ഫേസ്ബുക്കിലേക്ക് ഒരു 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 എന്തായാലും പറയാ ഒരു വെയിറ്റില്ല. ഫേസ്ബുക്കിലേക്ക് എന്തുള്ളൂ, ക്ലാസ്സിൽ വെയിറ്റുള്ളൂ. അപ്പൊ ക്ലാസ്സിൽ പിന്നെ ഫേസ്ബുക്ക് ഉണ്ടോ? അണ്ണ കൂട്ടില്ല, ഫ്രണ്ട്ഷിപ്പിൽ കൂട്ടില്ല. ആരെ? ഫേസ്ബുക്കിൽ ഇല്ലാത്ത ഫ്രണ്ട്സിനും കളിക്കാനൊന്നും കൂട്ടില്ല. ഒരു വെയിറ്റ് വേണമെങ്കിൽ ക്ലാസ്സിൽ ഒന്ന് സ്റ്റാൻഡേർഡ് ആവണമെങ്കിൽ എന്ത് വേണം? ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം, വാട്സപ്പ് വേണം. അങ്ങനെയുള്ള രീതിയിലേക്ക് ഫേസ്ബുക്ക് പോകുമ്പോ പാപ്പാക്കും ഉമ്മാക്കും ഫേസ്ബുക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് തോന്നുകയാണ് എന്ത്, അവർ ഔട്ട്ഡേറ്റഡ് ആണ്. അതൊരു ജനറേഷൻ ഗ്യാപ്പ്, വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ട്. അതിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾക്ക് അവരറിയുന്ന ടെക്നോളജി നമ്മൾക്ക് അറിയാത്തത് വലിയൊരു അപകടം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അവരുപയോഗിക്കുന്ന ടെക്നോളജി നമുക്കറിയില്ല, അങ്ങനല്ലേ? അതിൽ വലിയൊരു അപകടം ഉണ്ടോ? ഒരുപാട് അപകടങ്ങളുണ്ട്. അപ്പൊ നമ്മളൊന്ന് അപ്ഡേറ്റ് ആവണം എന്നുള്ളതിന്റെ മറ്റൊരു വശമാണ്. കുട്ടികൾക്ക് നിങ്ങളെയാണോ വിശ്വാസം, അതല്ല അവരുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികളെയാണോ? ആരാ വിശ്വാസം? നിങ്ങൾ ഒരു കാര്യം പറയുന്നു, അതേസമയം നിങ്ങൾ പറയുന്നു അവനോട് സിഗരറ്റ് വലിക്കരുതെന്ന്, അല്ലേ? ഒപ്പം പഠിക്കുന്ന കുട്ടി അവന് കൊണ്ട് ഒരു സിഗരറ്റ് കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു എടാ അത് വലിച്ചു നോക്ക്, ഇത് നല്ല രസമാണ്, വളരെ ഉഷാറാണ്. അവനെന്ത് ചെയ്യും? ആരെ വിശ്വസിക്കും? നിങ്ങളെ വിശ്വസിക്കുവോ, ആ കുട്ടിയെ വിശ്വസിക്കുവോ? അത് ഡിപ്പെൻഡ്സ് വാട്ട് റിലേഷൻഷിപ്പ് യു ഹാവ് ബിറ്റ്വീൻ. നിങ്ങളിൽ അവന് ആത്മവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ അവന് ഒരു വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ അവൻ വിശ്വസിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ അവൻ നിങ്ങളെ വിശ്വസിക്കും. അതല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയൊരു അകൽച്ചയുണ്ടെങ്കിൽ അവന് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വിശ്വാസമില്ലെങ്കിൽ, അവൻ സത്യത്തിൽ അധികവും കുട്ടികൾ പറയുന്നതാണ്, ക്ലാസ്മേറ്റ്സ് പറയുന്നതാണ് അധികം വിശ്വസിക്കുക. അതാണ് പല ക്രൈമിനും പല അസാൻമാർഗികമായിട്ടുള്ള കുട്ടികളുടെ നടത്തിപ്പിനും സ്കൂളുകളിലൂടെയുള്ള ആ ഒരു വളർച്ച ഉണ്ടാവാനുള്ള കാരണം നമ്മൾ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ അവർ സുഹൃത്തുക്കളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് അവരുടെ ആ ഒരു സുഹൃത്ത് എന്നുള്ള ഒരു സ്ഥാനം നമ്മൾ എന്ത് ചെയ്തില്ല, ആ കസാലയിൽ ആരിരുന്നില്ല. അവന് സുഹൃത്ത് എന്നൊരു കസാല ഒഴിവുണ്ട്, അവിടെ ആരിരുന്നില്ല, ഉമ്മയും ബാപ്പയും ഇരുന്നില്ല. അപ്പൊ അവൻ വേറെ ആളെ പിടിച്ചിരുത്തി. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഒരു സുഹൃത്ത് എന്നുള്ള ഒരു കസാല നമുക്ക് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ ഇരുന്നില്ലെങ്കിൽ വേറെ ആൾ വന്നിരിക്കും. അവന്റെ സ്വഭാവം പോലെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ വളരാം. നമ്മുടെ സ്വഭാവം പോലെ വളരണമെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളരണമെങ്കിൽ ആ കസാലയിൽ നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അതിനെ കുറിച്ച്. മറ്റൊന്നത്, കുട്ടികളോട് വേണ്ട 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 എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. ഒരു കുട്ടിയോട് അത് ചെയ്യരുത് 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 എന്ന് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നോ അത്രത്തോളം അവന്റെ ഈഗോവിന് സ്ട്രോങ്ങോ എന്നാ പിന്നെ അത് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് കുട്ടിയുടെ മനസ്സിൽ. അത് അവരുടെ ഒരു സൈക്കോളജിയാണ്. അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അതിന് വേറെ വഴികൾ നോക്കേണ്ടതുണ്ട്. ആ വാശി വരാതിരിക്കാനുള്ള വേറെ വഴികൾ. അതിപ്പോ ആരാന്ന് പറഞ്ഞാൽ എന്ത് അനുസരിക്കുന്നില്ല, അല്ലെ? 10 വയസ്സ് വരെയൊക്കെ അവന് ലേശം ബുദ്ധി കുറവായിരുന്നു, അപ്പൊ നല്ല അനുസരണ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ്? അനുസരിക്കുന്നില്ല. കുട്ടിയോട് വേണ്ട, പോകരുത്, ചെയ്യരുത്, പോകരുത്, ചെയ്യരുത്, പോകരുത്, ചെയ്യരുത് എന്ന് പറയുന്നിടത്തോളം അവനെന്ത് ചെയ്യും? അതന്നെ ചെയ്യാൻ ശ്രമിക്കും. അത് അവന്റെ ഒരു സൈക്കോളജിയാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരണം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാളെ ചർച്ച ചെയ്ത വിശാലമായ ഭാഗങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വേറെ ബെഡ്റൂം ഉണ്ട്, അല്ലേ? അല്ല, നിങ്ങളെ ബെഡ്റൂമിലാണ് കുട്ടികൾ കിടക്കുന്നത്. ചെറിയ കുട്ടികളായിരിക്കും, പക്ഷെ കുറച്ച് വലുതായാൽ ഒരു 3 വയസ്സ് 4 വയസ്സ് കഴിഞ്ഞാൽ എന്താവും? കുട്ടികളെ വേറെ ബെഡ്റൂമിൽ കിടത്തുന്ന ഒരു സാഹചര്യമാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അവർക്ക് സ്റ്റഡി റൂമെങ്കിലും ഉണ്ട്. ഒന്നുമില്ല. വേണം. ഗൾഫിലെ സാഹചര്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വേണം. ഈ കുട്ടികളുടെ റൂമിലേക്ക് നമ്മൾ കിടക്കുമ്പോ എത്ര ആളുകൾ ഒന്ന് നോക്ക് ചെയ്തിട്ട് കിടക്കാറുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാറുണ്ട്? കുട്ടികളുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോ ജസ്റ്റ് ഒന്ന് നോക്ക് ചെയ്തിട്ട് മോനെ എന്ന് പറഞ്ഞിട്ടൊന്ന് പ്രവേശിക്കുക. ആരെങ്കിലും ചെയ്യാറുണ്ടോ? എന്തിനല്ലേ? നമ്മളെ മക്കള്, നമ്മളെ റൂം, നമ്മളെ കട്ടില്, നമ്മളെ റൂം, നമ്മളെ വീട്, അതിലേക്ക് ഞാൻ ഏത് റൂമിലേക്കും കയറിച്ചെല്ലാം. നേരെ മറിച്ച് നിങ്ങളുടെ റൂമിലേക്ക് കതക് മുട്ടാതെ കുട്ടി കയറി വന്നാലോ? അന്ന് പിന്നെ കണ്ട തന്നെ. അതായത് ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ? എന്ത്? അവരുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മൾ മുട്ടില്ല, പറയില്ല, ചോദിക്കില്ല. പക്ഷെ നമ്മളെ റൂമിലേക്ക് അവരെന്ത് ചെയ്യണം? മുട്ടണം, പറയണം, ചോദിക്കണം. ഇവിടെയും ചെറിയൊരു പ്രശ്നം കിടപ്പുണ്ട്. കുട്ടികൾ പ്രൈവസി ആഗ്രഹിക്കുന്നു. ഏത് വയസ്സ് മുതൽ എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങൾ അല്ലെങ്കിൽ സൗന്ദര്യബോധം വരുന്ന ഒരു സമയം ഉണ്ടാവും. തന്റെ ശരീരം മറക്കണം, തന്റെ നാണം മറക്കണം. അത് മറ്റുള്ളവർ കണ്ടാൽ, പേരൻസ് ആയാലും വേണ്ടിയില്ല, മറ്റുള്ളവർ കണ്ടാൽ
മറ്റുള്ളവർ കണ്ടാൽ അത് മോശമാണ്. സോ ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മൾ ടോയ്ലറ്റിലേക്കൊക്കെ പോകുമ്പോൾ അവർ സ്വയമായി ഞാൻ തന്നെ പോയിക്കോളാം, ഞാൻ തന്നെ കഴിക്കോളാം എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 4 വയസ്സിന് ശേഷം. ആ പ്രായം കഴിഞ്ഞാൽ കുട്ടികൾ പ്രൈവസി ആഗ്രഹിക്കുന്നു. പ്രൈവസി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് പ്രൈവസി അല്ല, അൺകൺട്രോൾഡ് പ്രൈവസി അല്ല കേട്ടോ. അൺലിമിറ്റഡ് ആൻഡ് അൺകൺട്രോൾഡ് പ്രൈവസി ആണ്. പക്ഷെ അവർ പ്രൈവസി ആഗ്രഹിക്കുന്നു. അവരുടെ റെസ്പെക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. അപ്പോൾ അവരുടെ റൂമിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചെറിയ ഒരു എന്ത് വേണം, ഒരു ചോദ്യം ചോദിക്കൽ അല്ലെങ്കിൽ ഒരു പെർമിഷൻ ആവശ്യമാണ്. അവരുടെ പ്രൈവസിയെ കുറിച്ച് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി വിശാലമായി വരുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ. നമ്മൾ തോന്നാറുണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വലുതാവുമ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു അല്ലേ. ചെറിയ കുട്ടി, ഇപ്പം ഈ കുട്ടി നിങ്ങളുടെ നെഞ്ഞിൽ കിടക്കുകയാണ്. അത് ഏകദേശം ഈ പ്രായത്തിൽ കുറച്ച് ഒക്കെ അവിടെ ഉണ്ടാവും. കുറച്ച് വലുതായാലോ അകന്ന് മിണ്ടാതെയും പറയാതെ അകന്ന് പോകും അല്ലേ. ഉണ്ട്, അകലാറില്ലേ കുട്ടികള്? സത്യത്തിൽ ആരാണ് അകലുന്നത്? നമ്മളാണോ കുട്ടികളാണോ? ആരാ അകലുന്നത്? നമ്മളാണോ കുട്ടികളാണോ? ആരാണ് അകലുന്നത്? കുട്ടികളാണ് അകലുന്നത്. ഒന്നുകൂടി ആലോചിച്ചു, ആരാണ് അകലുന്നത് കുട്ടികളിൽ നിന്ന്? കുട്ടിക്ക് ഇപ്പൊ 10 വയസ്സുണ്ട്. അവൻ 2 വയസ്സുകാരനെ പോലെ നിങ്ങളുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുപ്പമില്ല, സാഹോദര്യമില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ടച്ചിങ്സ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവനുമായിട്ട് കിസ് ചെയ്യുകയോ ഹഗ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു അടുപ്പമില്ല. അവൻ അവന്റെ റൂമിൽ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ റൂമിൽ ഇരിക്കുന്നു. പരസ്പരം സംസാരം കുറവ്, പരസ്പരം നമ്മൾ ശരീരങ്ങൾ തമ്മിലുള്ള തൊരിയും ചേരലൊക്കെ കുറവാണ് കുട്ടികൾ തമ്മിൽ. അത് ആരാണ് അകലുന്നത്? നമ്മളാണോ അല്ലെങ്കിൽ കുട്ടികളാണോ? നമ്മളാണ്. അത് നമ്മളൊരു മിഥ്യാധാരണയാണെന്ത്? ചെറിയ കുട്ടികളാകുമ്പോൾ, മിണ്ടാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും കുട്ടികളെ എടുക്കുകയും മാറോട് ചേർക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യും. കുറച്ച് വലുതായാലോ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ അകലും. അതാണ് നമ്മുടെ അടുത്ത സ്ലൈഡ് വരുന്നത്. കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് അവർക്ക് അതിൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം. അതില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണിക്കണം. പ്രശ്നമാണ്. അതായത് ഹോർമോൺസ് വളർന്നു വരുമ്പോൾ അവരുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അത് നാച്ചുറൽ പ്രോസസ്സാണ്. അതില്ലാത്ത കുട്ടികളാണെങ്കിലേ പ്രശ്നമുള്ളൂ. അവന് എപ്പോഴും ആൺകുട്ടികളുടെ കൂട്ടം മാത്രമേ കമ്പനിയുള്ളൂ, പെൺകുട്ടികളുമായി കമ്പനി ഇല്ല. അല്ലെങ്കിൽ പെൺകുട്ടികൾ എപ്പോഴും പെൺകുട്ടികളുമായിട്ടേ കമ്പനിയില്ല, ആൺകുട്ടികളുമായിട്ട് തീരെ സഹവാസമില്ല, സംസാരമില്ല, എങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള അട്രാക്ഷൻ എന്നത് അതൊരു കുട്ടിയുടെ ഒരു നാച്ചുറൽ ഗ്രോത്തിന്റെ, നാച്ചുറൽ ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമാണ്. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്ത്? നമ്മളൊരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ അതിനെ കാണുന്നത്. ഒരു ആൺകുട്ടിയുമായിട്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചാൽ നമ്മളത് എന്തോ ഒരു വലിയ ഒരു തെറ്റായി കാണുകയും അപ്പൊ അവന് തോന്നുകയാണ് ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല, അപ്പൊ പറയുകയാണെങ്കിൽ എന്താക്കാം, നമുക്കൊരു കൈ നോക്കാം. അപ്പൊ നമ്മളാണ് അവന്റെ മനസ്സിൽ എന്ത് നടക്കുന്നത്? കള്ളത്തരം നടക്കുന്നത്. കാരണം അവനില്ലായിരുന്നു, അവന്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ് എന്താക്കി, അതിലെന്തോ ഒരു കളങ്കമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പൊ അതിനെ നമ്മൾ ശത്രുതാ മനോഭാവത്തോടു കൂടി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ നിയന്ത്രണങ്ങൾ വേണം. ഇതൊന്നും അൺകൺട്രോൾഡ് ഫ്രീഡം അല്ല. ഈ വിഷയത്തിൽ, കുട്ടികളെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അവസാനത്തെ സ്ലൈഡ്. ഹിറ്റ്ലറുടെ ചരിത്രം എല്ലാവർക്കും അറിയാം അല്ലേ? ആരാ മോളെ ഇത്? ആരാണ്? ഈ ആർക്കെങ്കിലും അറിയാം കുട്ടികളിൽ? അഡോൾഫ് ഹിറ്റ്ലർ. ഈ അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രശ്നം എന്താ? അയാൾ ആരായിരുന്നു മോനെ? ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അയാളുടെ പ്രശ്നം? അയാളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ട പ്രശ്നം എന്താ? സ്വയം വലുതായി, ഒരുപാട് ക്രൂരതകൾ ചെയ്തു. അതായത് ഒരുപാട് ആളുകളുടെ പേരിൽ അക്രമം കാണിച്ചു എന്നുള്ളതാണ് അല്ലെ. ആളുകളെ കൊന്നു, ആക്രമിച്ചു, അല്ലെങ്കിൽ ദേഷ്യം തീർത്തു എന്ന് വേണം പറയാം. അങ്ങനെയൊക്കെ പറയപ്പെടുന്നു, ഗോഡ് നോസ്. പക്ഷേ അങ്ങനെ ഒരു ക്രൂരതാപരമായിട്ടുള്ള മനോഭാവം അല്ലെങ്കിൽ ആളുകളോട് ഒരു ശത്രുത ഈ ഹിറ്റ്ലറുടെ മനസ്സിൽ വരാനുണ്ടായ സാഹചര്യം ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്.
ഈ ഹിറ്റ്ലറുടെ ബാപ്പയുമായിട്ട് അല്ലെങ്കിൽ അച്ഛനുമായിട്ട് എന്താവില്ലായിരുന്നു, തീരെ ഒക്കൂല. ഹിറ്റ്ലറുടെ ലൈൻ ഒന്ന്, അച്ഛന്റെ ലൈന് മറ്റൊന്ന്. അച്ഛൻ പറയും ഇവിടെ വാടാ, ഹിറ്റ്ലർ ഇങ്ങോട്ട് പോകും. കാരണം രണ്ടാളുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. അങ്ങനെ അച്ഛനും ഹിറ്റ്ലറും അടിച്ച് പിരിഞ്ചെന്ന് മാത്രമല്ല, ഹിറ്റ്ലർ ഫാദറെ ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ ഫാദറെ വെറുത്തു, ശരിക്കും വെറുത്തു. പക്ഷെ ആ വെറുപ്പ് ഫാദറുടെ പേരിൽ തീർക്കുന്നതിന്റെ മുമ്പ് ആര് പോയി? ഫാദർ പോയി. അപ്പൊ അവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാരും പഠിച്ചിട്ടുണ്ട് എന്ത്? എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അതാണ് അതിന്റെ പ്രശ്നം. ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ന്യൂ എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി അല്ലേ? ഒരു ഹെയ്റ്റ് എനർജി. അതായത് ഹിറ്റ്ലറുടെ മനസ്സിൽ അന്ന് അച്ഛന്റെ കാരണത്താൽ വന്നിട്ടുള്ള ഒരു വെറുപ്പ്, ലോകത്തോടുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനോടുള്ള ഒരു വെറുപ്പ്. ആ വെറുപ്പാണ് പിന്നീട് മറ്റൊരു സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേക ജനസമൂഹത്തിനെതിരെ അയാൾ പിന്നീട് ഉപയോഗിച്ചിട്ടുള്ളത്. അയാളുടെ സൈക്കോളജി പഠിച്ചപ്പോൾ സൈക്കോളജിക്കൽ പുസ്തകങ്ങളിൽ ഹിറ്റ്ലറുടെ സൈക്കോളജിയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വിഷയമാണ്. അന്ന് ചെറുപ്പകാലങ്ങളിൽ കുട്ടിയുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ നെഗറ്റീവ് എനർജി, ആ വിദ്വേഷത്തിന്റെ ആ വിഷം ആണ് പിന്നീട് അത് ജനങ്ങളിലേക്ക് ഹിറ്റ്ലർ ഇറക്കിയത്. അതായത് ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ വളരുന്ന രീതിയിൽ ഉണ്ടാകുന്ന അത്തരം അനുഭവങ്ങൾ പിന്നീട് വലിയ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ശരിക്കും അത് റിഫ്ലക്ട് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് പോവാണ്. ഇതൊരു പ്രാഥമിക ചർച്ചയായിരുന്നു. നമ്മൾ അവരെ മനസ്സിലാക്കാനും അവർ നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു ചർച്ചയായിരുന്നു. ഇനി നമ്മൾ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചോദ്യമായ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം. അതിന്റെ മുമ്പ് നമ്മളെല്ലാവരും കുട്ടികളെ ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഇത് ഓരോന്നും ഞാൻ ചർച്ച ചെയ്യും. ഇന്നത്തെ ക്ലാസിന്റെ കോർ ഒരു ക്ലാസ് ആവുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും അല്ലെ? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, നമ്മൾ ബോഡി ഓഫ് ദ ലെക്ചർ, ബോഡി ഓഫ് ടുഡേസ് ഡിസ്കഷനിലേക്ക് കിടക്കുകയാണ്. ഈ ബോഡി ചർച്ച ചെയ്യുന്നതോടുകൂടി ഏകദേശം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഷനിലെത്തും. കുട്ടികൾക്ക് വേണ്ടത് 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നവരാണ് അല്ലെ? ഒന്ന് കൈവക്കോ. കുട്ടികളെ സ്നേഹിക്കുന്നവരൊന്ന് കൈവക്ക. കുട്ടികളെ സ്നേഹിക്കുന്നവരൊന്ന് കൈവക്ക. എല്ലാവരും ഉണ്ടല്ല. ഓ, ഇനി എന്റെ കുട്ടിയോട് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. എന്റെ കുട്ടിയോട് ഞാൻ സ്നേഹം അല്ലെങ്കിൽ കുട്ടികളോട് ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു എന്ന് കൈവക്ക. വെറുതെ പൊക്കണ്ട. പകുതിയായില്ലേ? പകുതിയായി. വെയിറ്റ്. ഇനി ചില ചോദ്യങ്ങൾ ആവശ്യമാണ്. പ്രകടിപ്പിക്കാറുണ്ടല്ലേ? പ്രകടിപ്പിക്കാറുണ്ട്. നിങ്ങളോട് ചോദിച്ചാൽ അല്പം നിങ്ങൾക്ക് പണി തരും. അവിടെ ഇത്രയും സീനിയർ ആയതുകൊണ്ട് ലേശം ഒന്ന് മാറ്റി പിടിക്കട്ടെ. പ്രകടിപ്പിക്കാറുണ്ടോ? എങ്ങനെ? അവരോട് കളിക്കാൻ കൂടും. പിന്നെ കുട്ടികളുടെ സ്നേഹം അങ്ങനെ കൂടുമ്പോ എന്ത് ചെയ്യും? പിന്നെ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രകടിപ്പിക്കാറ്? ഈ പ്രകടിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് പെട്ടെന്ന് പറയണം. ഏതൊക്കെ രീതിയിലാണ് പ്രകടിപ്പിക്കാറ്? മാർക്ക് കിട്ടുമ്പോ എങ്ങനെ സന്തോഷിപ്പിക്കും? എന്ത് വാങ്ങിക്കൊടുക്കും? ഓന് ഒരു ഐപാഡ് ചോദിക്കുന്നു, വാങ്ങിക്കൊടുക്കോ? പിന്നെ വേറെ എങ്ങനെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറ്? പെട്ടെന്ന് പറയൂ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം. നമ്മൾ എല്ലാവരും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ നിങ്ങൾ സ്ലൈഡ് വായിക്കാതെ പറയൂ. പുറത്തു കൊണ്ടുപോകും, അവരുടെ കൂടെ കളിക്കും. പിന്നെ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. പാർക്കിൽ കൊണ്ടുപോകും. പിന്നെ അതായത് അവന് എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും.
അവനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ മേടിച്ചു കൊടുക്കും. പിന്നെ വേറെ ഉള്ളത് കുട്ടികളെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇവിടെ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിനുള്ളിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് വീക്കെൻഡില് ഒരു പാർക്കിലോ ഒരു റെസ്റ്റോറൻറ്റിലോ കൊണ്ടുപോയി അവനെ 1 മണിക്കൂർ മാതാപിതാക്കളെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടി ഒരു സന്തോഷം അവനുണ്ടാകില്ല. ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ അനുഭവം വെച്ച്. നമ്മളെ ചോദ്യം അത് an ഐഡിയൽ സിറ്റുവേഷൻ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചോദിച്ചത്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ചെയ്യാറ്? അതാണോ? പറയൂ. കെട്ടിപിടിച്ച് ഉമ്മ വയ്ക്കും. വെരി ഗുഡ്. പിന്നെ നല്ല കാര്യത്തെ അഭിനന്ദിക്കും. ഇവിടെ നല്ല പാരന്റ്സ് ആണ് ഉള്ളത്. പിന്നെ സത്യത്തിൽ ഞാൻ കണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. കുട്ടികളോട് സ്നേഹിക്കുന്നതിന്റെ ഭാഗം അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, ഇല്ലേ? നല്ല ഷൂ, നല്ല വാച്ച്, മുന്തിയ ജീൻസ്, മുന്തിയ ബൈക്ക്, മുന്തിയ കാറ്, മുന്തിയ മൊബൈല് വാങ്ങിക്കൊടുക്കും. അവനാവശ്യമായ ടാബ്ലറ്റ്, ഐപാഡ്, ഐപോഡ്, നല്ല ഐഫോണ്, ഐപാഡ്, ഐപോഡ്, ഐഫോൺ എന്ന് തുടങ്ങി വിഷയങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അതൊക്കെ എന്താണ്? കുട്ടികളുമായിട്ടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ്, അല്ലേ? അതിലേക്ക് വരാം. ഓരോ പോയിന്റിലേക്കും വരും. ഓരോ പോയിന്റ് ഞാൻ ഇപ്പം മേലുള്ള 2ാമത്തെ പോയിന്റിലാണ് ഉള്ളത്. എല്ലാ പോയിന്റും ചർച്ച ചെയ്യും. നിങ്ങളിപ്പോ ഒരു ഐപാഡ് വാങ്ങിക്കൊടുത്തെന്ന് വിചാരിക്കാം. കുട്ടി എത്ര ദിവസം കളിക്കും അതില്? എത്ര ദിവസം? അതാണ് പ്രശ്നം. കുട്ടി ചിലപ്പോ വലിയൊരു അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹപ്രകടനമായിരിക്കും എന്ത്? അവനൊരു ടാബ്ലറ്റ് മേടിച്ചു കൊടുക്കുക. അവൻ പറയൂ, ഉപ്പ എനിക്ക് പിന്നെ ഒരു ടാബ്ലറ്റ് വേണം. ആ ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കും. എന്ത് സാധനം നിങ്ങൾ മേടിച്ചു കൊടുത്താൽ ഒരു BMW കാർ മേടിച്ചു കൊടുക്കും. നിങ്ങൾ വലിയ സ്നേഹനിധിയായ പിതാവാണേ. ഒരു BMW കാർ മേടിച്ചു കൊടുത്തു ഒരു 12 വയസ്സുകാരനെ. നമ്മൾ വായിച്ചതാണല്ലോ. അവൻ എത്ര ദിവസം അത് ഓടിക്കും? നിങ്ങൾ എന്ത് മേടിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. സത്യത്തിൽ നമ്മളെ കുട്ടികൾ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് ആർക്കറിയില്ല. കുട്ടികൾക്കും അറിയില്ല എന്താണ് വേണ്ടതെന്ന്. അതുകൊണ്ട് അവൻ കാണുന്നതൊക്കെ ചോദിക്കും. കുട്ടി കടയിൽ പോയാൽ അല്ലെങ്കിൽ കുട്ടി ജീവിതത്തിൽ എന്നും കാണുന്നതൊക്കെ ചോദിക്കും. കാരണം അവൻ എന്തോ മിസ്സിങ് സംതിങ്. അവൻ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അവൻ അറിയില്ല. അവനിങ്ങനെ ചോദിക്കുകയാണ്, പാപ്പ എനിക്ക് കാർ വേണം, എനിക്ക് ഈ ഐപാഡ് വേണം, ഈ ഐഫോൺ വേണം, ഇതും വേണം, ടാബ്ലറ്റും വേണം, എല്ലാം വേണം അവന്. പക്ഷെ എന്ത് വാങ്ങിച്ചു കൊടുത്താലും ഒരാഴ്ച കഴിഞ്ഞ് അവൻ വലിച്ചെറിഞ്ഞിട്ട് അടുത്ത സാധനം ചോദിക്കും. അപ്പൊ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഈ വാങ്ങിച്ചു കൊടുക്കുന്നതൊന്നും അല്ല അവന് വേണ്ടത് എന്നുള്ളത് എന്തായി മനസ്സിലാവണം. പിന്നെ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഓരോ വിഷയങ്ങൾ, ഉദാഹരണങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞു. 5 വിഷയങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. ഇതാണ് ഇന്നത്തെ ക്ലാസിന്റെ സത്ത കേട്ടോ. നമ്മൾ ടേക്ക് ഹോം മെസ്സേജ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നും 5 കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും 5 കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നാമത്തേത്, ഭക്ഷണം എല്ലാവരും കൊടുക്കാറുണ്ട് അല്ലെ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സംരക്ഷണം എല്ലാവരും കൊടുക്കാറില്ലേ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സംരക്ഷണം എത്രത്തോളം എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതെല്ലാവരും കൊടുക്കാറുണ്ട്. അടുത്തതാണ് ഏറ്റവും വലിയ പോയിന്റ്, പക്ഷെ ഏറ്റവും മിസ്സിംഗ് പോയിന്റ്. കുട്ടിക്ക് ആവശ്യം ഐപാഡോ, ഐഫോണോ, ഐപോഡോ, ലാപ്ടോപ്പോ ഒന്നും അല്ല. കുട്ടിക്ക് പ്രധാനമായ ആവശ്യം ലവ് ആൻഡ് എഫെക്ഷൻ. സ്നേഹവും ആ സഹവാസവും. അവനോട് ബിലോങ്ങിങ് ആണ് വേണ്ടത്. ബിലോങ്ങിങ് എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ്. അവന്റെ ഇപ്പം ഗൾഫുകാരനായ ഗഫൂർക്ക കുട്ടികളൊക്കെ റിമോട്ട് പാരന്റിങ്ങിലൂടെയാണ് വളർത്തിയത്. പക്ഷെ അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതായത് അതിലും ഓവർകം ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. കാരണം പലരുടെയും ഭാര്യമാർ ഇവിടെ ഇല്ല, വീട്ടിലാണ്, കുട്ടികൾ വീട്ടിലാണ്. അതിനും ഒരു വഴിയുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കൈയൊന്ന് മേലോട്ട് എന്തി നോക്കി. ഈ ഫ്ലോർ, അപ്പർ ഫ്ലോർ ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കും. തന്താങ്കറിൽ നിന്നിട്ട് എന്തി നോക്കും. ഒന്ന് എന്തി നോക്കി. എത്തോന്ന് നോക്കാലോ, ശ്രമിക്കണമെന്നല്ലേ. എന്തി നോക്കി നിങ്ങളെന്ന് ഒന്നുകൂടി എന്തി നോക്കി. ഒന്നുകൂടി നോക്കി. ഒന്ന് ശ്രമിച്ചു നോക്കി.
ഒന്ന് നടക്കത്തില്ലെന്ന് ആദ്യം തീരുമാനിച്ചാൽ ഒന്ന് ചാടി നോക്കിയെന്ന് ഇല്ലെന്നേ. ഇതാ ശ്രമിച്ചു നോക്കണം. അതിനൊന്നിരിക്കാം, തൊട്ടവരും തൊടാത്തവരും ഒക്കെ ഒന്നിരിക്കാം. അപ്പോ ഇനി ഉറക്കം വരുന്നവരൊക്കെ ഒന്ന് കൈവന്നിക്കാം. ഇപ്പൊ ഉറക്കം വരുന്നവര് ആരുമില്ലല്ല. വിജയിച്ചു വിജയിച്ചു, അതാ എന്റെ ലക്ഷ്യം. അതെ, അതാ നമ്മുടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്. എന്ത്? അവരെ സ്നേഹിക്കുക, അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു സ്നേഹപ്രകടനത്തിന്റെ വഴികൾ. ചിലരൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ വഴി. ഒന്ന്, ഏറ്റവും വലിയത് നമ്മൾക്ക് വേണ്ടത് എക്സ്പ്രഷൻ ഓഫ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാവരും, ഉണ്ടാതിരിക്കുമോ ഇരിക്കവിടെ. എക്സ്പ്രഷൻ ഓഫ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടികളെ പലപ്പോഴും സ്നേഹിക്കാറുണ്ട് എല്ലാവരും, പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാതെ പലപ്പോഴും ഒരു കാരണം ഉണ്ടാകുമ്പോഴാണ്. അല്ലെ? അവൻ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിയാൽ, അവൻ പറഞ്ഞത് കേട്ടാൽ, താഴെ പോയി പാല് വാങ്ങിക്കൊണ്ടുവന്നാൽ, കടയിൽ പോയി സാധനം മേടിച്ചു കൊണ്ടുവന്നാൽ, എന്നാൽ എന്നുള്ളത് എന്താണ്? അതൊരു കണ്ടീഷണൽ ലവ് ആണ്. അതിനെ ഉറുദുവിൽ മത്ലബി പ്യാർ എന്ന് പറയും. അതായത് ഒരു കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹപ്രകടനം. ആ സ്നേഹത്തെ കുട്ടികൾ എന്തായിട്ട് അംഗീകരിക്കുന്നില്ല? സ്നേഹപ്രകടനമായിട്ട് അംഗീകരിക്കുന്നില്ല. അതിന്റെ സോപ്പിടുള്ള പരിപാടിയാണ്. അതിനെ അവൻ നല്ലവനായാലും മോശമായവനായാലും, പറഞ്ഞ കേൾക്കുന്നവനായാലും കേൾക്കാത്തവനായാലും, ഏത് രീതിയിലുള്ളവനായാലും അവൻ നമ്മുടെ കുട്ടികളാണ്. അവൻ നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ അവരെ അൺകണ്ടീഷണൽ എക്സ്പ്രഷൻ ഓഫ് ലവ്. ഏത് സാഹചര്യത്തിലും കുട്ടിയെ സ്നേഹിക്കണം. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുട്ടി ഏതൊരു ബുദ്ധിമുട്ടിൽ പെടുമ്പോഴും അവൻ നിങ്ങളെ വിശ്വസിക്കും. ഒരു വലിയ ചതിയിൽപ്പെട്ടെന്ന് വിചാരിക്കുക. കുട്ടി വലിയ ചതിയിൽപ്പെട്ടു, ഒരു റാക്കറ്റിൽ പോയി പെട്ടു. അവൾ നിങ്ങളോട് വന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുമായിട്ട് അത്രയും വലിയൊരു വിശ്വാസം വേണം. ഉപ്പയോട് പറഞ്ഞാൽ ഉപ്പ അടിക്കും എന്നുള്ളതാണ് കുട്ടിയുടെ വിശ്വാസമെങ്കിൽ കുട്ടി എന്ത് ചെയ്യില്ല? നിങ്ങളോട് പറയില്ല. ആത്മഹത്യ ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല? നിങ്ങളോട് പറയില്ല. ഒരു ചെറിയ ഉദാഹരണം പ്ലീസ് കേൾക്കണം. 10ാം ക്ലാസ്സുകാരി, പെട്ടെന്ന് പറയാം. 10ാം ക്ലാസ്സിൽ എക്സലന്റ് മാർക്ക്. പ്ലസ് 2 ചേർന്നു. അച്ഛൻ ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്തു ആസ് എ ഗിഫ്റ്റ്, ആസ് എൻ അപ്രിസിയേഷൻ. പ്ലസ് 2 അവൾക്ക് കൂടുതൽ താല്പര്യം എന്തിനോടായിരുന്നു? പഠനത്തെക്കാൾ കൂടുതൽ ടാബ്ലറ്റിനോടായിരുന്നു. ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുറന്നു. ഫേസ്ബുക്ക് ഒരു പാഷനായി മാറി. ഫേസ്ബുക്കിൽ ഒരുത്തനെ പരിചയപ്പെട്ടു. പ്രൊഫൈൽ ഫോട്ടോ വെരി യങ് ചാപ്പ്, വെരി നൈസ്, സ്മാർട്ട് ജെന്റിൽമാൻ. പരിചയമായി. 6 മാസത്തെ പരിചയത്തിന് ശേഷം ഒരു ലൈവ് ചാറ്റ്, അതായത് അടച്ചിട്ട മുറിയിൽ ഈവനിങ് ചാറ്റ്. അച്ഛൻ അനുവദിച്ചു കൊടുത്താണ്. ഇന്റർനെറ്റ് ഉണ്ട്. കാരണം കുട്ടിയോടുള്ള സ്നേഹവും, കുട്ടി പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് അപ്രിഷിയേഷനും, കുട്ടിയെ പിന്നെ ഒരു നല്ല ഫാദർ ആവാനുള്ള ഒരു എന്തായാലും പറയാം, ആ ഒരു ജിജ്ഞാസയെല്ലാം കാരണം അടച്ചിട്ട റൂമിൽ ടാബ്ലറ്റും ഇന്റർനെറ്റും കൊടുക്കുന്നു. ലൈവ് ചാറ്റ്. ആ ചാറ്റ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടത് ആരും അറിഞ്ഞിട്ടില്ല. പിറ്റേന്ന് നേരിട്ട് കാണണമെന്നൊരാഗ്രഹം. കണ്ടു. പറഞ്ഞ പോലെ കാറിൽ കയറിയപ്പോൾ ആളുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റം. ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവല്ല, ഒരു മധ്യവയസ്കൻ. പറയപ്പെട്ട വ്യക്തി എവിടെയെന്ന് ചോദിച്ചു. വാ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കാറിൽ കയറിയപ്പോൾ ഈ വീഡിയോ കാണിച്ചു കൊടുത്തു. ഇന്നലത്തെ പറഞ്ഞു, ഇത് വാട്സാപ്പിൽ വിടണോ അതല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോരുന്നോ? അങ്ങനെ പോകുന്നു. മറ്റു പലതും സംഭവിക്കുന്നു. കുട്ടി ഒരു വലിയ ചതിയിൽപ്പെടുന്നു. കുട്ടി വീട്ടിൽ തിരിച്ചു വരുന്നു. ആരോടും മിണ്ടുന്നില്ല. കഥ അടച്ചിടുന്നു. 10ാം ക്ലാസ്സുകാരി, 11ാം ക്ലാസ്സുകാരി. ഉണ്ടായ സംഭവമാണ്. കഥ അടച്ചിടുന്നു. ഉമ്മ ചോദിക്കുന്നു എന്താണ് വിഷയം? ഒന്നും മിണ്ടുന്നില്ല. അച്ഛൻ ചോദിക്കുന്നു എന്താണ് വിഷയം? ഒന്നും മിണ്ടുന്നില്ല. രാത്രി അയാൾ വീണ്ടും വിളിക്കുന്നു. പിന്നെ നാളെ നമുക്കൊന്ന് കാണണം, ഒരു ചെറിയ അത്യാവശ്യമുണ്ട്. നാളെയും കൂടി. പിന്നെ നമ്മൾ ശല്യം ചെയ്യില്ല.
ചുരുക്കി പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആവുമെന്ന് മനസ്സിലാക്കിയ കുട്ടി ഇനിയിപ്പോ ആരോട് അത് തുറന്നു പറയാ? അച്ഛനോട് പറയാൻ പറ്റുമോ? അച്ഛൻ എന്ത് ചെയ്യും? അടിക്കും. അമ്മ എന്ത് ചെയ്യും? വഴക്ക് പറയും. അതുകൊണ്ട് രണ്ടുപേരോടും പറയാൻ പറ്റില്ല. ഇനി ആകെ ഒരു വഴിയുള്ളൂ. ജീവിതം വഴി അടഞ്ഞിരിക്കുന്നു. ആരോടും പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്നിരിക്കുന്നു. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി വാതിൽ മുട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നില്ല? തുറക്കുന്നില്ല. കുട്ടി ജീവൻ സ്വയം അപഹരിച്ചു. 11-കാരി. എന്താ ഇവിടെ പ്രശ്നം? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ചതിക്കുഴികൾ വീഴാം, പക്ഷെ അതിൽ നിന്ന് കരകയറ്റാൻ മാതാപിതാക്കളെ അവൾ എന്ത് ചെയ്യുന്നില്ല? പ്രാപ്തരാണെന്ന് വിശ്വസിക്കുന്നില്ല. പ്ലീസ്, നമ്മളിൽ നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസമില്ല. അവർക്കൊരു അപകടം വരുമ്പോ അവരെ രക്ഷിക്കേണ്ടവരാണ് നാം, അവരുടെ ഗുണകാംക്ഷികളാണ് നാം എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴും ശ്രമിച്ചത് അവരെ കുറ്റപ്പെടുത്താനാണ്. നമ്മൾ എപ്പോഴും ശ്രമിച്ചത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവരെ അടിക്കാനും അല്ലെങ്കിൽ ചീത്ത പറയാനുമാണ്. ഏത് സാഹചര്യത്തിലും എന്റെ പിതാവ് അല്ലെങ്കിൽ എന്റെ മാതാവ് എന്റേതാണ്, എന്റെ നന്മയെ ഉദ്ദേശിക്കൂ, എനിക്ക് നല്ലതേ ചെയ്യൂ എന്നുള്ള ഒരു വിശ്വാസം വരുത്താൻ നമുക്ക് ആർക്കും എന്ത് കഴിഞ്ഞില്ല. അതാണ് പറഞ്ഞ സ്ട്രോങ് എക്സ്പ്രഷൻ ഓഫ് അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ്, ഉപാധികളില്ലാത്ത സ്നേഹപ്രകടനം, കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹപ്രകടനമല്ല. അതിന് എങ്ങനെ നടത്താം? അത് എപ്പം നടത്തണം എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും, ഏത് സാഹചര്യത്തിലും. അതിന് എങ്ങനെ നടത്തണം? നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടിയെ ചുംബിക്കണം. ഏത് പ്രായക്കാരനാണെങ്കിലും കുട്ടിയെ ചുംബിക്കണം. ഏത് പ്രായക്കാരിയാണെങ്കിലും കുട്ടിയെ ചുംബിക്കണം. ദിവസവും എത്ര? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്നും, എല്ലാ ദിവസവും നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ കുട്ടികളെ ഒന്ന് ചുംബിക്കുന്ന ആളുകളൊന്ന് കൈവക്കുക. ഏത് പ്രായക്കാരാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ കുട്ടികളെ എന്നും ഒന്ന് ചുംബിക്കുന്നവരൊക്കെ ഒന്ന് കൈവക്കുക. 10 പേരേ ഉള്ളൂ. 200-ൽ 10 പേരേ ഉള്ളൂ. എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചത് കുട്ടികൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്നാണ്. സുഹൃത്തുക്കൾ, ഒന്ന് അറ്റൻഡ് ചെയ്യണം. പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം? നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൂടെയുള്ള കുട്ടികൾ എന്നും നമുക്ക് ചുംബിക്കാൻ സമയമില്ലേ? ഇല്ലേ? എന്താ പ്രശ്നം? സത്യത്തിൽ സമയമില്ല? എന്താ പ്രശ്നം? എന്താ പിന്നെ ആർക്കിത് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടി ജീവിക്കുന്നു? എന്തിനു ജീവിക്കുന്നു? ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുട്ടികൾ. അതിന് വലിയ സമ്പത്ത് ഇല്ല. ഉണ്ടോ? ഇല്ല. അവരെ എന്നും ഒന്ന് ചുംബിക്കാൻ നമുക്ക് സമയമില്ല. 10 പേര്, 200 പേരിൽ 10 പേര് മാറൂലേ? എന്നും കഴിയുമെങ്കിൽ എന്നും 2 നേരം, കഴിയുന്നത്ര സമയം, ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം? അതിന്റെ വില ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വില, നിങ്ങളിപ്പോ പ്രവാസികളാണ് അല്ലെ? നാട്ടിൽ പോകാറുണ്ട്. നാട്ടിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മരപ്പടിയിൽ ആരുണ്ടാവും? ഉമ്മ ഉണ്ടാവില്ലേ? ഉമ്മ എന്ത് തരും? കെട്ടിപ്പിടിച്ച് നെച്ചത്തൊരു ഉമ്മ തരാറില്ലേ? ഇല്ലേ? അതിലും വലിയ ഒരു സന്തോഷം ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പൈസ കൊടുത്താൽ കിട്ടോ? ആ കയറി ചെല്ലുമ്പോ ഉമ്മ കെട്ടിപ്പിടിച്ച് തരുന്ന ആ ഉമ്മയേക്കാൾ വലിയൊരു സന്തോഷം മക്കളായ നിങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഐപാഡ് വാങ്ങി തന്ന സന്തോഷം കിട്ടോ? ഒരു റോൾസ് റോയ്സ് വാങ്ങി തന്ന സന്തോഷം കിട്ടോ? 2 നിലയിലെ വലിയ വീട് വാങ്ങി തന്ന സന്തോഷം കിട്ടോ? എല്ലാവർക്കും വിലയൊക്കെ അറിയാം, ചുംബനത്തിന്റെ വിലയൊക്കെ അറിയാം. എന്നാലും മക്കൾക്ക് കൊടുക്കില്ല. പിശുക്കന്മാരാണല്ലേ? കൊടുക്കണം, വാരിക്കോരി കൊടുക്കണം. മക്കളെ ചുംബിക്കണം. പ്രായം ഒരു പ്രശ്നമേ അല്ല. ഏത് പ്രായമായാലും ദിവസം 1 നേരമെങ്കിലും കുട്ടികളെ ചുംബിച്ചിരിക്കണം. ചുംബിച്ചാൽ മാത്രം പോരാ, കുട്ടികളെ മാറോട് ചേർത്ത് പിടിക്കണം.
ഏത് പ്രായക്കാരാണെങ്കിലും ആവാം അല്ലേ? കുട്ടികളെ അടുത്ത് പിടിച്ച് ശരീരത്തോട് മാറോട് ചേർത്ത് പിടിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇതിന് 2 ഉദാഹരണം പറഞ്ഞുതരാം. ഈ മനുഷ്യ ശരീരങ്ങൾ മനുഷ്യന്റെ